ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ടക്കുഴലപ്പമാണ്. ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 2 കപ്പ്, മുട്ട 2 എണ്ണം, പഞ്ചസാര 1/2 കപ്പ്, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 4 ഏലക്ക പൊടിച്ചെടുത്തത്, ഒരു നാളികേരം ചിരകിയെടുത്തത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മുട്ട ഇടാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന മൈദ, ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ ഇത് ചെയ്യാൻ. പഞ്ചസാര ഒരുവിധം മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം എടുത്തു വെച്ച ഏലക്കാപ്പൊടിയിൽ അല്പമാണ് മാവ് അരച്ചതിൽ ചേർത്തത്. ബാക്കിയുള്ളതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ പഞ്ചസാരയും നാളികേരവും വിളയിക്കുന്നതിനകത്ത് മാത്രം ഇട്ടാലും മതി കേട്ടോ. നാളികേരം അധികം അങ്ങോട്ട് മുരിഞ്ഞൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പം അതിനകത്തുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവണമെന്ന് മാത്രം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. ചെറിയൊരു കളർ ചേഞ്ച് നാളികേരത്തിന്. അപ്പോൾ ഞാൻ മറ്റൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ഓരോരോ ദോശ പോലെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായി ഒഴിച്ച് ചുട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. അധിക സമയമൊന്നും വേണ്ട. ഒന്ന് ഇട്ട് ഒരു 4-5 സെക്കൻഡിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് അതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഓരോ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ദോശയും മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാരയും നാളികേരവും കൂടി വിളയിച്ചെടുത്തില്ലേ, അതെടുത്ത് ഇതിൻ്റെ സൈഡിലായി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇനി നമുക്കിത് പതുക്കെ ചുരുട്ടി കൊടുക്കാം.
കണ്ടോ, ഒരു മുട്ടക്കുഴലപ്പം റെഡിയായി. ഇനി നമുക്ക് ഓരോ ദോശയും എടുത്ത് അതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അരിയിലേക്ക് ചേർത്ത് വെച്ച് ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടക്കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. അധികം സമയം ആവശ്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.